ഇന്ത്യയിലെ ഭീകരപ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് അന്താരാഷ്ട്ര ശൃംഖലയെന്ന NIA. ജെയ്ഷെ മുഹമ്മദ് ഹാൻഡിൽമാരാണ് ഇതിനായി പ്രവർത്തിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇതിനായി ഇടപെടലുകൾ നടക്കുന്നു. ദില്ലി സ്ഫോടനത്തിലെ മുഖ്യ സൂത്രധാരൻ ഉമർ നബിയുമായി ബന്ധമുള്ള അൽഫല സർവകലാശാലയിലെ 10 പേർക്കായുള്ള അന്വേഷണം തുടരുകയാണ്. സുനിൽ വിവരങ്ങളുമായി സുനിൽ, ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് ബന്ധവും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് NIA. എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്? സ്മൃതി, നൌഗാമിലെ പോലീസ് സ്റ്റേഷൻ പരിസരത്തുള്ള ഒരു മസ്ജിദിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പോസ്റ്റർ പതിച്ച 3 പേരിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ഭീകരവാദ നീക്കത്തിലൊക്കെ തന്നെ പാക് അധീന കശ്മീരിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമൊക്കെ തന്നെയുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം NIA തിരിച്ചറിയുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ നടപടികൾ തുടരുകയാണ്. പാക് അധീന കശ്മീരിലെ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലർമാർ ശക്തമായ ഇടപെടൽ ഇന്ത്യയിൽ നടത്തുന്നുണ്ട്. ഏതായാലും ഇതിൽ നിന്നൊക്കെ തന്നെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നിരവധി പേർ ആ ഒരു ഭീകരവാദ നീക്കത്തിന്റെ ഭാഗമാകുന്നുവെന്നാണ് അന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ വളരെ ശക്തമായ അന്വേഷണം തുടരുന്നു. അതിനിടയിലാണ് അൽഫല സർവകലാശാലയിലെ നിരവധി ഡോക്ടർമാർ നിരീക്ഷണത്തിലാണ് എന്ന വിവരം കൂടി പുറത്തു വരുന്നത്. മാത്രമല്ല, ദില്ലി സ്ഫോടനം നടന്ന ശേഷം അവിടെ നിന്ന് 10 പേരെ കാണാതായിട്ടുണ്ട്. അതിൽ 3 ഡോക്ടർമാരുണ്ട്. നിരവധി പേർ കശ്മീർ സ്വദേശികളാണ്. ഇവർ എവിടെ പോയി എന്ന കാര്യം വ്യക്തമല്ല. ഇവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ ഇവരെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ കൂടി തുടരുകയാണ്. ശരി, സുനിലാണ് വിവരങ്ങൾ നൽകിയത്.